1550 ഇറ്റലിയിലെ അംബ്രൂസിയയിൽ ജനിച്ച കമില്ലസ് യുവാവായിരിക്കെ സൈന്യത്തിൽ പ്രവേശിച്ചു. 1574 സൈനിക വിഭാഗം പിരിച്ചുവിടുമ്പോഴേക്കും ചൂതുകളിയിലൂടെ കമില്ലസിന് സ്വന്തമായുള്ള എല്ലാ സമ്പത്തും സ്വത്തുവകകളും നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് ദാരിദ്ര്യത്തിൻ്റെ പാരമ്യത്തിൽ ഒരു കപ്പൂച്ചിൻ ആശ്രമത്തിൽ ജോലികൾ ചെയ്ത് ഉപജീവനം നടത്തിയ കമില്ലസ് ഒരു കപ്പൂച്ചിൻ വൈദികന്റെ വാക്കുകൾ ശ്രവിച്ച് മാനസാന്തരപ്പെടുകയും കപ്പൂച്ചിൻ നോവിഷ്യേറ്റിൽ ചേരുകയും ചെയ്തു. സൈന്യത്തിലായിരിക്കെ കാലിൽ രൂപപ്പെട്ട ഒരു വ്രണം ഉണങ്ങാതെ അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന് കപ്പൂച്ചിൻ സഭയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. റോമിലെ സാൻ ജിയാക്കോമോ ആശുപത്രിയിൽ രോഗീ ശുശ്രൂഷ ആരംഭിച്ച അദ്ദേഹം കഠിനമായ പ്രായശ്ചിത്ത പ്രവർത്തികളിലും പ്രാർത്ഥനയിലും മുന്നേറുകയും പിന്നീട് വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഉപദേശപ്രകാരം വൈദിക പഠനം ആരംഭിക്കുകയും 34 വയസ്സിൽ വൈദികനാകുകയും ചെയ്തു. രോഗീ പരിചരണം ജീവിതശൈലിയാക്കിയ കമിലിയൻ സഭയ്ക്ക് അദ്ദേഹം അടിസ്ഥാനമിടുകയും ചുവന്ന കുരിശുകൾ അണിഞ്ഞ് യുദ്ധരംഗങ്ങളിൽ വരെ അവർ ശുശ്രൂഷ ചെയ്യുകയും റെഡ് ക്രോസ് പ്രസ്ഥാനം അങ്ങനെ രൂപം കൊള്ളുകയും ചെയ്തു. രോഗസൗഖ്യവരത്താലും പ്രവചനവരത്താലും അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ച അദ്ദേഹം 1614 ജൂലൈ 14 64 വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു.